നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ റബ്ബ് നമുക്ക് എന്താണോ തെരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇഷ്ടപ്പെടണം. നാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നതല്ല നമുക്ക് ഖൈറ്, മറിച്ച് നമ്മുടെ റബ്ബായ, നമ്മുടെ മൗലായായ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹു നമുക്ക് തെരഞ്ഞെടുക്കുന്നത് എന്തോ അതിലാണ് ഖൈറ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. കാരണം റബ്ബ് അത് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഖൈറിനാണ്. നിങ്ങൾക്കൊരു പക്ഷേ ബാഹ്യമായി കാര്യങ്ങൾ നോക്കി അതിനോട് വെറുപ്പുണ്ടാകാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, റബ്ബ് അത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഖൈറിന് വേണ്ടിയാണ്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് ഷർറുണ്ടാകും. അതൊരു പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകാതെ തടഞ്ഞു വെക്കും. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷെ റബ്ബ് അത് നൽകില്ല. എന്തുകൊണ്ട്? അതിൽ നിങ്ങൾക്ക് ഷർറുണ്ട്, നിങ്ങളത് അറിയാഞ്ഞിട്ടാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അള്ളാഹുവിനാണ് നമ്മെ സംബന്ധിച്ച് നമ്മേക്കാൾ അറിയുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് നമ്മുടെ അടുത്ത സെക്കൻഡ് എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ തെരഞ്ഞെടുത്ത് ഖദറാക്കുന്നത് അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റഹ്മാനാണ്, പരമകാരുണികനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. അവന് ഹിക്മത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും മുസീബത്തുകളിലും തൃപ്തിയടയാൻ നമുക്ക് സാധിക്കുന്നതാണ്. മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈമാനിന്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം: അന്നമാ അസാബക ലം യകുൽ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൽ ലിയുസീബക. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോവേണ്ടതല്ല, നിന്നെ വിട്ടുപോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതുമല്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടാതെ പോയതൊന്നും അള്ളാഹു നിനക്ക് ഖദറാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് ഖളാ ഖദറിൽ വിശ്വസിക്കലാണ്, അതിൽ യഖീനുള്ളവരായി തീരലാണ് ഖൈറെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു.